തീർന്നു എന്നതാ സൂചിപ്പിക്കണം. ഇങ്ങനെ 6 സുന്ദരന്മാരും ഒന്നായി തീർന്നു എന്ന് പറഞ്ഞു. ആ 6 ശരീരങ്ങളും ഒന്നായി തീർന്നത് കൊണ്ടാണത്രേ സ്കന്ധൻ എന്നുള്ള നാമവും ഉണ്ടായത്. 6 ശരീരം ഒന്നായി തീർന്നതിൽ. എന്നാലോ 12 ഭുജം, 6 ശിരസ്, അതൊക്കെ അവിടെ കണ്ടു എന്നും ദദൗ സ്തന്യം സ്നുതപയാഹ സ്വർണപാത്രേണ ശോഭനം ബാലോപി ലീലയാംഗസ്ത പപൗഷദ്ഭിപ്പയോ മുഖൈഃ. പാർവതീദേവി ആ സാരസ്വതമാകുന്ന പാല് ഇതാ ആ കുമാരന് അവോളം കൊടുത്തു. ഈ പാർവതീദേവി മുലയൂട്ടുന്ന സമയത്ത് ആ പാലിൻ്റെ കുറച്ച് തുള്ളികൾ ശരവണപ്പൊയ്കയിൽ വീണു. ആ ശരവണപ്പൊയ്കയിൽ 6 മത്സ്യങ്ങളുണ്ടായിരുന്നു എന്നാണ്. ആ മത്സ്യങ്ങൾക്ക് ഈ പാല് ലഭിച്ചു. അവരൊക്കെ 6 കുമാരന്മാരായിട്ട് പൊടുന്നനെ മാറി. ശരവണപ്പൊയ്കയിൽ നിന്നും ആ ഉണ്ണിയെ ഉമാദേവി എടുത്ത് കൈലാസത്തിലേക്ക് കൊണ്ടുവന്നു. കൈലാസത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഉണ്ണിയുടെ മനോഹരമായ പീലിത്തിരുമുടിയിൽ അങ്ങനെ വിരലോടിച്ചുകൊണ്ട് ആ ബാലസ്വരൂപത്തെ മൃദുവായി ആശ്ലേഷിച്ച് ഉമാദേവി പരാശക്തിയാകട്ടെ ഏതോ അനന്തമായ നിർവൃത്തിയിലാണ്. ഉണ്ണിയങ്ങനെ താലോലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് മഹാദേവൻ അടുത്തു വന്നു. ഈ സമയത്ത് പാർവതീദേവിയുടെ സ്തന്യം നുകർന്നതായ കുമാരൻ അപാരമായ ജ്ഞാന പണ്ഡിതനായിട്ട് തീർന്നു എന്നതാ സൂചിപ്പിക്കണം. ദേവിയുടെ ആ സ്തന്യത്തിൻ്റെ പ്രത്യേകതയാണെന്നാണ്. സാരസ്വതമാകുന്ന പാലാണ്. ശങ്കരാചാര്യർക്ക് ഈ അറിവുണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ദേവിയുടെ ആ സ്തന്യം നുകർന്നത് കൊണ്ടാണെന്നാണ്. അത്ര അറിവുണ്ടാവാൻ കാരണം അതാണെന്നാണ്. കാരണം ശങ്കരാചാര്യരുടെ അച്ഛൻ ഒരിക്കൽ ദിവസവും ഒരു ദേവീക്ഷേത്രത്തിൽ പൂജ കഴിച്ച് പാല് നേദിച്ച് ആ പാലും കൊണ്ടുവന്ന് ഉണ്ണിക്ക് കൊടുക്കും. അമ്പാട്ടി കുടിച്ചതാണ്. ഉണ്ണി കഴിച്ചോളൂ, ശങ്കര കഴിക്കൂ. അപ്പോൾ അമ്പാട്ടിക്ക് കൊടുത്തിട്ടുള്ളതാണ്, വേഗം കഴിക്കും. ഒരു ദിവസം അച്ഛന് പോകാൻ പറ്റിയില്ല. അച്ഛന് അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് അച്ഛൻ പറഞ്ഞു ഭാര്യയെ ഏൽപ്പിച്ചു. ഈ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ കയറി പൂജയ്ക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഇവിടെ. ഈ ഈശ്വരനെ പൂജിക്കാൻ സ്ത്രീ പുരുഷ ഭേദബുദ്ധി ആരാണോ നിർദ്ദേശിക്കുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞാനമില്ലാത്തവരാണ്. നമുക്ക് സ്ത്രീകൾക്ക് പ്രതിഷ്ഠയ്ക്കുള്ള അധികാരമുണ്ട്. മന്ത്രദ്രഷ്ടാക്കൾ കൂടിയാണ് സ്ത്രീകൾ. അപ്പൊ ഈ ക്ഷേത്രത്തില് സ്ത്രീകൾക്ക് പൂജയ്ക്ക് പറ്റുമോ? പിന്നെന്താ പൂജയ്ക്ക് പറ്റും. അശുദ്ധിയാകുമ്പോഴോ മാറി നിന്നാൽ മതി. അതിപ്പോ പുരുഷന്മാർക്ക് അശുദ്ധിയായ ഒരു മാറിയിരിക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ ശങ്കരാചാര്യര് തൻ്റെ പത്നി ശങ്കരാചാര്യരുടെ അച്ഛൻ തൻ്റെ പത്നിയോട് പറഞ്ഞു അമ്പലത്തിൽ നിവേദ്യാദികൾ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പോയി. പക്ഷെ രാത്രി ആയപ്പോഴേക്കും ഈ ശങ്കരാചാര്യരുടെ അമ്മ പുറത്തായി, അമ്പലത്തിൽ പോകാൻ പറ്റാണ്ടായി. അപ്പോൾ വേഗം ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണി ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് വിളക്ക് കൊളുത്തുക, എന്നിട്ട് ഈ പാല് കൊണ്ട് നിവേദിച്ചോളൂ, അവിടെ കൊണ്ടുവച്ചാൽ മതി, എന്നിട്ട് കണ്ട് പൂവിട്ടിട്ട് അമ്മയെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ആ പീഠത്തിൽ നിന്നൊരു പൂവെടുത്ത് ഈ പാലിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. ഈ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ പൂജ ചോദിച്ചാൽ ഇത് തന്നെയാണ് പൂജ. ഈ പണ്ട് കാലത്തൊക്കെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ അന്ന് നേഴ്സറിയിലോ അങ്ങനെ ഒന്നിലോ ഒക്കെ ആയിട്ടേ ഉള്ളൂ കഷ്ടി. ചെറിയൊരു തോർത്തും കൊണ്ട് എടുത്ത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അച്ഛൻ പറയും അവിടെ ഇപ്പോൾ ഈ ഒന്നും നോക്കണ്ട, നാരായണ എന്ന് പറഞ്ഞൊരു പൂവിട്ടോളൂ, ആ പൂവിൽ നിന്ന് എടുത്തിട്ട് ഇതിലിങ്ങനെ ഇട്ടാൽ മതി. പായസം അച്ഛൻ വെച്ച് തരും. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശിവവിഷ്ണു ക്ഷേത്രം. ശിവനുണ്ട്, വിഷ്ണുവുണ്ട്. ഈ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ കയറാൻ എനിക്ക് പേടിയാണ്. കാരണം ആ വാതിൽ അങ്ങോട്ട് തുറന്ന എന്ന് പറഞ്ഞ് കുറേ വവ്വാല് വരും, എന്നും പറഞ്ഞു വരും. അവിടെ അത് കയറാൻ പേടിയാണ്. അപ്പം ഈ ആരും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വിഷ്ണുവിൻ്റെ നട അങ്ങോട്ട് തുറന്ന് ഈ എണ്ണ ഒരു ചെറിയ പാത്രമുണ്ട്, ആ എണ്ണ എടുത്തൊരു ഒറ്റ ഏറാണ് കറക്റ്റായിട്ട് വിഷ്ണുവിൻ്റെ മുഖത്തന്നെ വീഴുന്നത്. ഇങ്ങോട്ട് അടച്ചു പോരും. അന്ന് ഈ ചെറിയൊരു ശമ്പളം തരുന്നുണ്ട് ഒരു വാര്യര്.
ആ വാര്യരുടെ കുട്ടികൾ ആരെങ്കിലും വരും. അപ്പം എന്നോട് ചോദിക്കും, വിജി വരണോ ജയരാജ് വാര്യർ വരണോ? കാരിക്കേസിനോടൊന്ന് ജയരാജ് വാര്യരുടെ വാര്യമാണ്. വിജി വരണോ വാര്യർ വരണോ ചോദിക്കുക. അപ്പം ഞാൻ പറയും വാര്യർ വന്നാൽ മതി എന്ന് പറയും. എന്താ കാര്യം ചോദിച്ചാൽ വാര്യർ അകത്ത് കയറില്ല. വാര്യർ അമ്പലത്തിലെത്തിയാൽ ആ പുറത്ത് തറയമി ഇരുന്ന് ഒരു സിസറും വലിച്ചങ്ങനെ ഇരിക്കും. അപ്പം എനിക്ക് സൗകര്യമാണ്. ശിവൻ്റെ അവിടെ ഒരു വിളക്ക് കൊളുത്തി വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഈ എണ്ണ എറിഞ്ഞിട്ട് പോല. വിജി വാരിശാരാണെങ്കിൽ അകത്ത് കയറും. അകത്ത് കയറി നിർത്തിയില്ല. വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ കയറി വിളക്ക് കൊളുത്തണം. അതിൻ്റെ ഇടയിൽ കൂടെ 5-6 വവ്വാല് വന്ന് മുഖത്തടിക്കുകയും ചെയ്യും. ഇനി ഇരുട്ടാണ്, എന്തൊക്കെ അവിടെ ഉണ്ടേ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പാമ്പുണ്ടോ ഇതൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് ക്ഷേത്രത്തിൽ ആരും ഇല്ലല്ലോ. ആകെയുള്ളത് ആടും ആട്ടുകാട്ടങ്ങളും നായക്കളും പിന്നെ വെള്ളിക്കെട്ടൻ, മൂർഖൻ, കരിഞ്ചേര, മഞ്ഞച്ചേര, ഇതിൻ്റെയൊക്കെ ആവാസ കേന്ദ്രമാണ്. കാരണം ആരും വേറെ മനുഷ്യന്മാർ കയറില്ലല്ലോ. ആകെ വിളക്ക് കൊടുത്താൽ നമ്മളാ ചെല്ലുന്നത്. അപ്പം അവിടെ ഒന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്തെങ്കിലും പൂജ ചെയ്താൽ മതി. ശങ്കരാചാര്യർക്കാണ് കാലത്ത് അവിടെ ചെന്ന് പൂജിക്കാനുള്ള അവസരമുണ്ടായത്. ശങ്കരാചാര്യർ പാല് വെച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു ദേവിയുടെ മുമ്പിൽ. എന്നിട്ട് അമ്മ പിപ്പ, മാ പിപ്പ. അപ്പോൾ ഒരക്ഷരം ഒന്നും ഉണ്ടാവണില്ല. വീണ്ടും മാ പിപ്പ. ആ വിഗ്രഹം കൊണ്ട് അരങ്ങണോ? അപ്പൊ ഈ കുട്ടിക്ക് അങ്ങോട്ട് സങ്കടം വന്നു. അത് ശരി, അമ്മയ്ക്ക് ഞാൻ തന്നാൽ പറ്റില്ല അല്ലേ? അച്ഛൻ തന്നാലേ പറ്റുള്ളൂ അല്ലേ? അച്ഛൻ എന്നും അമ്മ കുടിച്ച പാൽ എനിക്ക് തരാറുണ്ടല്ലോ, ഇന്നെന്താ അമ്മ കുടിക്കാത്തത്? അമ്മയെ കുടിക്കൂ, അമ്മയെ കുടിക്കൂ, മാ പിപ്പ പിപ്പാന്നും പറഞ്ഞിട്ട് ഉറക്ക കരഞ്ഞു. ആ ദേവിക്ക് അത് കണ്ട് സഹിക്കാൻ പറ്റിയില്ല എന്നാണ്. ഉടൻ തന്നെ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അംഗം മിന്നലോടേൽക്കുമംഗലത നൽപൊന്നമ്പിളിക്കീറണി തങ്കപ്പൂമുടി ചില്ലിവില്ല് അരിയവാർ പൂഞ്ചായൽ ഭംഗി കൊങ്ക കുന്നണിമാല പൂഞ്ചേലയും 4 കരവും കൊണ്ട് മങ്കപ്പൽ മണിയാം ജഗജ്ജനനി. ഇടിമിന്നല് പോലുള്ള ശരീരത്തോടു കൂടി മന്ദാരമാല ധരിച്ച് എന്തെന്നില്ലാത്ത കാരുണ്യ പ്രവാഹത്തോടു കൂടിയ കണ്ണോടു കൂടിയ അമ്മ അവിടെ വന്ന് ആ പാലെടുത്ത് അങ്ങോട്ട് കുടിച്ചു. പാലങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ അമ്മ മുഴുവൻ കുടിച്ചേ എനിക്കൊന്നും തന്നില്ല എന്നും പറഞ്ഞ് കരച്ചിലായി. അമ്മ ശങ്കരാചാര്യരെ വാരിയെടുത്ത് തൻ്റെ ആ സ്തന്യം കൊടുത്തു എന്ന മുലയൂട്ടി എന്ന ശങ്കരാചാര്യർ. ഇങ്ങനെ ആ ദ്രാവിഡ ശിശു അസാമാന്യ അറിവുള്ളവനായി മാറി. ഇതാണ് ദേവി കാരുണ്യം. ആ കുമാരന് ഇതാ ആ പാർവതീദേവി തൻ്റെ സാരസ്വതമാകുന്ന പാല് കൊടുത്തതോടുകൂടി അക്ഷരസ്വരൂപിണിയായ അമ്മയുടെ അനുഗ്രഹത്തെ കൊണ്ട് ഇതാ സർവജ്ഞാനവും എല്ലാ അറിവുകളും അവിടേക്ക് ലഭ്യമായി കഴിഞ്ഞു എന്നതാ സൂചിപ്പിക്കണം. ഇങ്ങനെ ഇവരെല്ലാവരും സന്തോഷത്തോടു കൂടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6 കുമാരന്മാര് കയറി വന്നത്. അപ്പൊ പാർവതീദേവി മഹാദേവനോട് ചോദിച്ചു, ഇതാരെ ഈ 6 കുമാരന്മാര്? അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇത് വസിഷ്ഠപുത്രനായ ശക്തി. വസിഷ്ഠന് ശക്തി എന്നുള്ള പുത്രനുണ്ടായിരുന്നു. ആ ശക്തി യൗവനത്തിലെ മരിച്ചു. അതിന് കാരണം ഈ വിശ്വാമിത്രൻ മുതലായവരൊക്കെയാണ്. ആ കഥ പുരാണ പ്രസിദ്ധമാണ്. ആ സമയത്ത് ശക്തി ഗർഭം ധരിച്ച്, ശക്തിയുടെ പത്നി ഗർഭം ധരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പുത്രനുണ്ടായി. ആ പുത്രനാണ് പരാശരൻ, വേദവ്യാസ മഹർഷിയുടെ അച്ഛനായ പരാശരൻ. ആ വംശപരമ്പര അത് കൃത്യമായിട്ട് ചങ്ങലക്കണ്ണിയായിട്ട് പോന്നുവെന്ന ആ പരാശരന് 6 പുത്രന്മാരുണ്ടായി. സത്യവതിയില് വേദവ്യാസ മഹർഷി ഉണ്ടായി. ആ മുക്കുവസ്ത്രീയിലുണ്ടായി. 6 പേര് അനന്തൻ, നന്ദി, ചതുർമുഖൻ, ചക്രപാണി, മാലി, ഇങ്ങനെയാണ് 6 പേര്. അവരൊരിക്കല് ഈ ശരവണപ്പൊയ്കയിൽ വന്ന് കുട്ടികളായിരിക്കുമ്പോൾ അവിടെ ചാടി കളിച്ച് അവിടെയുള്ള മത്സ്യങ്ങളൊക്കെ മരിക്കാനിടയായെന്നാണ്. മത്സ്യങ്ങളൊക്കെ അട്ടിച്ച് ഒരു ബാലചേഷ്ടയാണ്. കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് കാണിക്കും.
കുട്ടികളായിരിക്കുമ്പോൾ ഓരോന്ന് കാണിച്ചു എന്നതിൻ്റെ ഫലമായിട്ട് ദുരിതങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ദുരിതം ഉണ്ടാവാണ്ടിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ അതിന് ദോഷം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ 6 പേരും എന്തായി? മത്സ്യത്തെ കൊന്നു. ഇതറിഞ്ഞ പരാശര മഹർഷി കോപത്തോടു കൂടി പറഞ്ഞു, നിങ്ങളൊക്കെ മത്സ്യങ്ങളായിട്ട് ഇവിടെ കിടക്കാനിട വരട്ടെ. ആ മത്സ്യത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവട്ടെ. എന്നിട്ട് മതി നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ. ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കരുത്. അവരുടെ സ്വൈരവിഹാരത്തിന് തടസ്സമുണ്ടാക്കാതെ കണ്ട് വേണം സ്നാനാദി കർമ്മങ്ങൾ ഒക്കെ പഴയ കാലത്ത് നിഷ്ഠയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഓരോ ദിനചര്യയൊക്കെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടാണ്. ഇപ്പോൾ കുളത്തിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ഗോന്നുട്ടിയേട്ടൻ കുളിക്കാൻ പോവുകയാണ്. പോകുന്ന സമയത്തോ എണ്ണയൊക്കെ കളയാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ ഇഞ്ച അല്ലെങ്കിൽ പയറുപൊടി. മത്സ്യങ്ങൾ ഗോന്നുട്ടിയേട്ടൻ വരുമ്പോൾ പറയും, ഓ ഇന്നൊരു സദ്യ തരായി. കാരണം എന്താണ്? ധാരാളം എണ്ണയും കിട്ടും, പോരാത്തത് നല്ല പയറുപൊടി. മത്സ്യങ്ങളിങ്ങനെ പൊളച്ചാർത്ത് ഇതൊക്കെ തിന്ന് ഇരിക്കും. ഇപ്പം അങ്ങനെയല്ലേ? ഇപ്പം കുളിക്കാൻ വന്ന അവർക്ക് പേടിയാണ്. കാരണം ലൈബോയ് സോപ്പും പിയേഴ്സ് സോപ്പും ആ സോപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ പത്തറ്റ എന്നൊരു ചാട്ട. ഈ സോപ്പ് വെള്ളം കുടിച്ച മത്സ്യങ്ങളുടെ സ്ഥിതി ആലോചിച്ചു. മുണ്ടലക്കുക ജലാശയത്തിൽ നല്ല കാരവും സോപ്പ് പൊടിയൊക്കെ ഇട്ട് കലക്കി വെള്ളമൊക്കെ ഇങ്ങനെ മലീമസമാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. ഇപ്പൊ കുളത്തിൽ മുണ്ടലക്കാൻ പാടുമോ? പാടില്ല. കുളത്തിന്റെ കരക്കിൽ വേണമെങ്കിൽ ഒരു കല്ല് കയറ്റി ഇട്ടിട്ട് കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് നമുക്ക് അലക്കാം. കുളത്തിൽ കുളിക്കുന്ന സമയത്ത് ഒരു ബക്കറ്റും കൊണ്ടുപോവുക. സോപ്പ് തേക്കാണ്ടിരിക്കാൻ വയ്യ. ഇന്ന് പണ്ടത്തെ പോലെയല്ലല്ലോ, ഭക്ഷണ സമ്പ്രദായമൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ സോപ്പും ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക? ബക്കറ്റ് എടുക്കുക, സോപ്പ് തേക്കുക. ബക്കറ്റ് എടുത്ത് ആ വെള്ളത്തിൽ ഈ സോപ്പ് വെള്ളം വീഴാതെ കണ്ട് കരയ്ക്ക് കയറി നിന്ന് ആ സോപ്പ് കഴുകിക്കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങുക. അങ്ങനെയൊക്കെ ചെയ്താൽ ജലാശയങ്ങളെ സംരക്ഷിക്കപ്പെടും. അതിൽ ജീവിക്കുന്നതായ മത്സ്യങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുണ്ട്. മത്സ്യം മാത്രമല്ല, പല ജീവജാലങ്ങളുണ്ട് അതിൽ. അതൊക്കെ ജലത്തെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പം ഇവിടെ ഇതൊക്കെ തന്നെ നമുക്കിവിടെ പുരാണത്തിലൂടെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജലാശയത്തെ, ജലത്തെ മലീമസമാക്കരുത്. 6 പേരും കയറി വന്നു. 6 പേര് മഹാദേവനെ കുമ്പിട്ടു. മഹാദേവൻ പറഞ്ഞു, നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടിയ കുമാരന്മാരാണ്. നിങ്ങൾക്ക് ഇനി മോക്ഷം കിട്ടണമെങ്കിൽ ഒരു മാർഗം പറഞ്ഞു തരാം. നിങ്ങൾ 6 പേരും തിരുപ്പൻകുന്ന് എന്ന സ്ഥലമുണ്ട്. ആ തിരുപ്പൻകുന്നിൽ പോയി തപസ് ചെയ്യും. കുമാരൻ അവിടേക്ക് വരും. വലിയ താമസമില്ലാതെ കണ്ട് കുമാരൻ അവിടേക്ക് എഴുന്നള്ളും. ആ കുമാര ദർശനത്തോടു കൂടി നിങ്ങൾക്ക് മോക്ഷം കിട്ടും. തിരുപ്പൻകുന്നിൽ പോയി തപസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരെ തിരുപ്പൻകുന്നിലേക്ക് ഇതാ പറഞ്ഞയച്ചു. പിന്നീട് കുമാരൻ്റെ മനോഹരമായ ബാലലീലകളൊക്കെയാണ് ഇതാ വർണ്ണിച്ചത്. പാർവതീ പരമേശ്വരന്മാരുടെ തപസ്സിൻ്റെ ഫലമായിട്ട് നിശബ്ദമായിട്ടിരുന്ന ആ കൈലാസ പർവ്വതം, മഞ്ഞു മാമല, കുമാരൻ്റെ പാദസ്വരത്തിൻ്റെയും വളകളുടെയും അതുപോലെ തന്നെ പല പല കളിപ്പാട്ടങ്ങളുടെയും ശബ്ദത്തെ കൊണ്ട് മുഖരിതമായെന്നാണ്. മുഖപങ്ക്തയ ശ്രവണമണ്ഡന കൽമണി കുണ്ടലദ്യുതി വികസാഭൃത ധൃതപട്ടലംബി മണിദാമലസൽ ലലാടസാമ്യ ശശിമണ്ഡലകാഹ സുകിരീടശക്കമണിരശ്മിലസൽ കകുഭോസ്യ മൂർധതതയോ വിതത ബഭൂ അദ്ഭുതം സുരനിവാസഗിരേർ മണിസാനുസന്തതി സമാനരുച. ഓരോ പർവ്വതങ്ങളിലൂടെ ചാടി ഓടി ഓരോ വികൃതികളും കാണിച്ചുകൊണ്ട് ആ മുരുകസ്വാമി മനോഹരമായ ലീലകൾ ആടി. മാത്രമല്ല ഗ്രഹങ്ങളെയൊക്കെ തന്നെ എടുത്ത് അമ്മാനമാടി എന്നാണ്. അത്രയ്ക്ക് കരുത്താണ്. ജ്യോതിശ്ചക്രം ധ്രുവകരരഥം വാതരശ്മി പ്രണദ്ധം ചിത്വാബാലപ്രഥിത മഹിമാസാനുഗാനാം കരാഗ്രേഹി
ഈ വാപീകൂപ തടാകങ്ങൾക്ക് സ്ഥാനം മാറ്റുക, പർവ്വതങ്ങൾക്ക് സ്ഥാനം മാറ്റുക, ഗ്രഹങ്ങളുടെ സ്ഥാനമൊക്കെ മാറ്റിയിട്ട് എന്തൊക്കെയാ സംഭവിക്കുക എന്ന് കുമാരൻ നോക്കുക. വ്യാഴത്തിനെ പിടിച്ച് അങ്ങടാക്കി, ബുധനെ പിടിച്ച് ഇങ്ങോട്ട് നിർത്തി. ഈ ഗ്രഹങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന, മറ്റുള്ളവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ബാലലീലകൾ. ഇന്നും അങ്ങനെയാണല്ലോ. ഓരോ ഗ്രഹങ്ങൾ ഓരോരോ രാശിയിൽ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം അതൊക്കെ അതാ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആണ് ജ്യോതിഷത്തിൻ്റെ ശരിയായ ഗുരു ആരാണ് എന്ന് ചോദിച്ചാൽ മുരുകസ്വാമി. എങ്ങനെയത്? ബാലലീല തന്നെ ജ്യോതിഷമായിരുന്നു, ഗ്രഹങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ഇങ്ങനെ ഓരോരോ സ്ഥാനത്തെയും മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്, ദോഷം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി പ്രകൃതിക്കും എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ ഗ്രഹങ്ങളെ മാറ്റിക്കൊണ്ടിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ആ കിണർ അവിടെ ശരിയല്ല, കിണർ ഇങ്ങോട്ട് വയ്ക്കാം, ഇങ്ങോട്ട് വെച്ചു. ഇങ്ങനെയൊക്കെയാണ് പിന്നീട് ഈ സ്ഥാനങ്ങൾ കാണുക എന്നുള്ള രീതിയൊക്കെ ഉണ്ടായത്. കിണറിന് സ്ഥാനം കാണുക, ഓരോ ദിക്കിന് സ്ഥാനം കാണുക, ഇതൊക്കെ മുരുകന്റെ ബാലചേഷ്ടിതത്തിന്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ അസാമാന്യമായ ലീലകൾ ആടി, പല പല രൂപങ്ങളെടുത്ത് ആടി. ഏകാപിസന്ന ക്വചിതപി യുവാ മോഹയൻ വാമനേത്ര വാമചാരോ വട്ടു അപി മഹാ വാമലീലാ വിനോദ. ചിലപ്പോൾ യുവാവായിട്ട്, ചിലപ്പോൾ ബ്രാഹ്മണനായിട്ട്, ചിലപ്പോൾ വൃദ്ധനായിട്ട്. വൃദ്ധക്കൊച്ചിൽ ചലിത മൗനി അതീവ മന്ദ. വൃദ്ധനായിട്ട് ആ മുരുകസ്വാമി പതുക്കെ പതുക്കെ, പ്രായമായൊരു മടക്കണ കണ്ടിട്ടില്ലേ, അതുപോലെ നടക്കുക. ചിലപ്പോ അശ്വാരൂഢനായിട്ട് പുലിയെ വാഹനമാക്കിയിട്ട് ഓരോ മൃഗങ്ങളെ വാഹനമാക്കി അതിവേഗം കൈലാസ ശിഖരങ്ങളിലൂടെ ഇങ്ങനെ പാഞ്ഞു പാഞ്ഞു പോണ കാണാം. ഇടിമിന്നല് പോലെയാണ്. ഇങ്ങനെ മിന്നിക്കഴിഞ്ഞാൽ അപ്പുറത്ത് മിന്നുമ്പോഴേക്ക് ഇപ്പുറത്ത്. പാർവതി ദേവി ഇതൊക്കെ കണ്ട് മഹാദേവനോട് ചോദിച്ചുവെന്നാണ്, എന്തായി ഉണ്ണിയുടെ സ്ഥിതി? ആരായി ഉണ്ണി? എന്താണ് ഉണ്ണിക്ക് എത്രത്തോളം മഹിമ എന്നതാ ചോദിച്ചു. തൃപാദങ്ങളിൽ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന നവരത്ന ചലമ്പുകള്, മാറിലെ മുത്തുമാലകള്, പരസ്പരം കൂട്ടിക്കിട്ടിച്ചുണ്ടാകുന്ന ശബ്ദങ്ങള്, ഇത്തരത്തില് അനവധി ബാലലീലകളാണ്. സൂര്യമണ്ഡലത്തിലും ദേവലോകത്തിലും പാതാളത്തിലും സർവത്തിലും നിർഭയനായിട്ട് അങ്ങനെ യാത്ര ചെയ്തു. വേഗം പാർവതീദേവി ചോദിച്ചു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഈ ദർശനത്തിൽ ഞാൻ പഞ്ചമുഖനാണ്, പക്ഷേ അദൃശ്യമായ അധോമുഖത്തോടു കൂടിയ ഞാൻ ആറുമുഖൻ തന്നെയാണ്. ആ ആറുമുഖനായ ഞാൻ തന്നെയാണ് ഇതാ കുമാരനായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് പഞ്ചാക്ഷരം, മകന് ഷഡാക്ഷരം. പക്ഷേ എനിക്ക് യഥാർത്ഥത്തിൽ ഈ ഷഡക്ഷരം തന്നെയാണ്. കാരണം എന്താണ്? നമഃശിവായ എന്നത് 5 ആണെങ്കിൽ പ്രണവത്തോടു കൂടി എന്തായത്? ഷഡാക്ഷര. ഉണ്ണിക്കും എന്താണ്? ശരവണഭവായ എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ ഷഡക്ഷര മന്ത്രമാണ്, ഷഡാക്ഷര മന്ത്രമാണ്. അതുകൊണ്ടാണ് ഈ ശരവണഭവായ നമ എന്ന് നിരന്തരമായിട്ട് ജപിക്കാൻ കാരണം. അതിൽ പാർവതീദേവിയോട് പറഞ്ഞു, ഷകാരത്തിൻ്റെ അർത്ഥം മംഗളത്തെ കാണിക്കണം. ഇനി രകാരത്തിൻ്റെ അർത്ഥം തേജസ്സിനെ കാണിക്കണം. ശരവണ, അതിൽ വകാരത്തെ സച്ചിത്തായിട്ട് സൂചിപ്പിക്കപ്പെടുന്നു. ഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളവൻ എന്ന് അർത്ഥം എന്നതാ സൂചിപ്പിച്ചു. ഇത്തരത്തില് മംഗളവും തേജസ്സും സച്ചിത്വം ഒക്കെ കൂടിയതായ സ്വരൂപമാണ് ഉണ്ണി എന്നതാ സൂചിപ്പിച്ചു. ആ സ്കന്ധൻ ത്രികാലജ്ഞാനിയാണ്. ജ്ഞാനവും മോക്ഷവും മുക്തിയും പ്രദാനം ചെയ്യുന്നവനാണ്. ഉണ്ണിയുടെ ലീലകൾ വർണ്ണിച്ചാൽ തീരാത്തതാണ് എന്നതൊക്കെ ഇതാ സൂചിപ്പിച്ചു. ഇങ്ങനെ ആ മുരുകസ്വാമിയുടെ മഹിമകളെ ഇതാ വർണ്ണിക്കണം. പാർവതീദേവിയും സ്കന്ധദേവനും കൂടി ഒരുമിച്ച് ദർശനമരുളി. അപ്പോ പാർവതീ സമേതനായിട്ട് മുരുകസ്വാമിയോടുകൂടി ഇരിക്കുന്നതായ മഹാദേവനെ സോമസ്കന്ധമൂർത്തി എന്ന പേരിൽ ദേവന്മാർ ആരാധിച്ചു എന്നാണ്. അതുപോലെ തന്നെ പാർവതി പരമേശ്വരന്മാരുടെ നടുക്ക് ആ കുമാരനങ്ങനെ ഇരിക്കുമ്പോൾ പകലും രാത്രിക്കും ഇടയിൽ സായാഹ്നത്തെ പോലെ ആ മുരുകസ്വാമി ശോഭിച്ചു എന്നതാ സൂചിപ്പിക്കപ്പെടുന്നു.
ഇങ്ങനെ അനവധി മഹിമകളെ ഇതാ നമുക്കവിടെ പറഞ്ഞു തരണം. ഇത്തരത്തിൽ സത്തായിട്ടും ചിത്തായിട്ടും, അതായത് സത്തായിട്ട് മഹാദേവനെയും ചിത്തായിട്ട് പാർവതി ദേവിയെയും സൂചിപ്പിക്കണം. നടുക്ക് കുമാരനിരിക്കുമ്പോൾ ആനന്ദം, അപ്പോൾ സച്ചിദാനന്ദം എന്ന പേര് കുമാരന് വന്നു. നമ്മൾ ആരാധിക്കുന്നതായ ഭഗവാന് സച്ചിദാനന്ദമൂർത്തി എന്നാണ്. സച്ചിദാനന്ദമൂർത്തി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? സത്തും ചിത്തും കൂടിയതാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയും പുരുഷനും ചേർന്ന് ആ ആനന്ദത്തെ പ്രദാനം ചെയ്യണം. അത് പാർവതി പരമേശ്വരന്മാർ ചേർന്ന് ആ മുരുകസ്വാമിക്ക്, ആ മുരുകസ്വാമിയാകുന്ന ആനന്ദത്തോടു കൂടിയതായ പൂർണ്ണമായ ദേവതാസങ്കല്പമാണ്.